ഹലോ എവ്രി വൺ, വെൽക്കം ടു നോട്ട്ബഡി.in. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 മെൻഡിങ് വാൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോമാണ്. ഇത് എഴുതിയിട്ടുള്ളത് റോബർട്ട് ഫ്രോസ്റ്റ് ആണ്. ഇതൊരു റിവിഷൻ ക്ലാസ് ആണ്. അതുകൊണ്ട് തന്നെ എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് പോയിന്റ്സും ബ്രീഫ് സമ്മറിയും തീമും ആണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ചാപ്റ്ററിന്റെ ഡീറ്റെയിൽഡ് നോട്ട്സും ആക്ടിവിറ്റീസും സമ്മറിയും നോട്ട്ബഡി.in എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റിലുണ്ട്. എല്ലാവർക്കും ചെക്ക് ചെയ്യാം. പിന്നെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്തിട്ട് സൈറ്റിൽ ഇട്ടിട്ടുണ്ട്. അതും ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് പെട്ടെന്ന് തന്നെ ചാപ്റ്ററിലേക്ക് കടക്കാം. റോബർട്ട് ഫ്രോസ്റ്റിന്റെ മെൻഡിങ് വാൾ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫേമസ് പോയത്തിൽ പറയുന്നത്, രണ്ട് നൈബേഴ്സ് അവര് എല്ലാ സ്പ്രിങ്ങിലും എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ വാള്, അതായത് ആ ഒരു മതിൽ ഫെൻസ് ഉണ്ടല്ലോ, അത് പൊളിഞ്ഞിട്ട് അത് രണ്ട് അയൽക്കാരും കൂടിയിട്ട് എന്ത് ചെയ്യാണ്, അത് റീബിൽഡ് ചെയ്യുന്നത്. എല്ലാ സ്പ്രിങ്ങിലും ആണ് അത് ചെയ്യാറുള്ളത്. അപ്പൊ ഈ ഒരു പോയിന്റിന്റെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ, ഇങ്ങനെ എല്ലാ സമയവും പൊട്ടുന്നുണ്ടെങ്കിൽ ഈ ഒരു ഫെൻസിന്റെ ആവശ്യകത ഉണ്ടോ എന്ന് ചിന്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നൈബർ എന്താണ് ചിന്തിക്കുന്നത്, നല്ല ഫെൻസ് ഉണ്ടെങ്കിൽ നല്ല നൈബേഴ്സും ഉണ്ടാവും എന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. ആ ഒരു പോമാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. The poem begins, something there is that doesn't love a wall. Nature itself breaks walls. ഈ ഒരു പോം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ എങ്ങനെയാണ്, ഈ ഒരു നേച്ചറിന് ഈ ഒരു വാള് ഇഷ്ടമില്ല, അതുകൊണ്ട് തന്നെ എന്താണ് അത് സ്വയം എന്ത് ചെയ്യുന്നു, ബ്രേക്ക് ചെയ്യുന്നു. ഈ വാൾ ഇങ്ങനെ ബ്രേക്ക് ചെയ്യാണ് ചെയ്യുന്നത്, പൊട്ടിക്കുകയാണ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഫ്രോസൺ ഗ്രൗണ്ട് ആൻഡ് സൺലൈറ്റ് മേക്ക് ദി സ്റ്റോൺസ് ഫാൾ ആൻഡ് ക്രിയേറ്റ്സ് ഗ്യാപ്സ്. എന്താ പറഞ്ഞിട്ടുള്ളത്, നേച്ചർ എങ്ങനെ ഈ മഞ്ഞുകൊണ്ടും വെയിൽ കൊണ്ടും ഒക്കെ എന്താണ് ഈ ഒരു മതില് ഗ്യാപ്പ് വരുന്നുണ്ട്, കല്ലുകളൊക്കെ കൊഴിഞ്ഞു പോകുന്നുണ്ട്, കല്ലുകൾ വീഴുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഹണ്ടേഴ്സ് ഓൾസോ ബ്രേക്ക് ദ വാൾ വൈൽ ചേസിങ് റാബിറ്റ്സ്. അതായത് പ്രകൃതിയും ഈ ഒരു വാൾ ബ്രേക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട്. പ്രകൃതി മാത്രമല്ല, ഈ ഹണ്ടേഴ്സ് വേട്ടക്കാരും എന്ത് ചെയ്യുന്നുണ്ട്, ഈ മുയലിനെയൊക്കെ പിടിക്കാൻ പോകുന്ന സമയത്തും ഈ ഒരു വാള് ബ്രേക്ക് ചെയ്യുന്നുണ്ട് എന്നാ പറയുന്നത്. അതായത് മനുഷ്യരും എന്താണ് ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നില്ല, ആ ഒരു വാൾ അവിടെ നിലനിൽക്കാനേ ഹെൽപ്പ് ചെയ്യുന്നില്ല. അതുപോലെ പ്രകൃതിയും എന്ത് ചെയ്യുന്നില്ല, ഹെൽപ്പ് ചെയ്യുന്നില്ല ആ ഒരു മതില് നിലനിൽക്കാൻ വേണ്ടിയിട്ട്. Every spring, the speaker and his neighbor repair the wall together. എല്ലാ സ്പ്രിങ്ങിലും എന്താണ് ഇവർ രണ്ടുപേരും കൂടെ ഈ ഒരു വാള് ഒരുമിച്ചിട്ട് റിപ്പയർ ചെയ്യാണ്. The poet calls his neighbor from across the hill to come for wall mending. ഇവരെന്താ നൈബറിനെ വിളിക്കുകയാണ് അല്ലേ, ഈ ഒരു പോയിറ്റ് നൈബറിനെ വിളിക്കുകയാണ് എന്തിനു വേണ്ടിയിട്ട്, ഇത് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. രണ്ടുപേരും രണ്ട് സൈഡിലായിട്ട് നിൽക്കും, മതിലെവിടെയായിരിക്കും ഉണ്ടാവുക, അവരുടെ സെൻട്രലായിട്ട്. They walk along the wall, keeping it between them as they work. അവർ വർക്ക് ചെയ്യുന്ന സമയത്ത്, അവരിങ്ങനെ നടക്കുന്ന സമയത്തൊക്കെ ഈ മതിലെവിടെയാണുള്ളത്, ഇവർക്ക് രണ്ടുപേർക്കും ഇടയിൽ ഒരു സെപ്പറേഷൻ വാൾ അല്ലെ. The stones are uneven, some like loaves, some like balls, hard to balance. ഇവരെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്, വാള് റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക അല്ലെ, റീബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് പറയുകയാണ് എന്ത്, സ്റ്റോൺസ് ഒക്കെ എന്താണ് എല്ലാം ഒരേപോലെ അല്ല, എല്ലാം എന്താണ് ചിലത് അപ്പകഷ്ണം പോലെയാണ്, ചിലത് എന്താണ് ബോൾ പോലെയാണ്. ഇതിങ്ങനെ ബാലൻസ് ചെയ്തിട്ട് പ്രോപ്പർ ആയിട്ട് വെക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ട് എന്നാണ് ഇത് കാണിക്കുന്നത്. The poet jokes that it feels like using a spell to make the stone stay in place. അദ്ദേഹം ഇങ്ങനെ ഒരു ജോക്കായിട്ട് പറയാണ് എന്ത്, ഇത് വല്ല മന്ത്രമൊക്കെ ചെല്ലിയാലായിരിക്കും ഈ ഒരു സ്റ്റോൺസ് ഒക്കെ എന്താണ് പ്രോപ്പർ ആയിട്ട് അവിടെ നിൽക്കുക എന്നുള്ളത്. He says wall mending is like a game but also tiring. Their fingers grow rough. എന്താ പറയുന്നത്, ഈ ഒരു വാൾ മെൻഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഗെയിം പോലെയാണ്, പക്ഷെ എന്താണ് കുറച്ച് ബുദ്ധിമുട്ടുള്ള, കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ളത് കൂടിയാണ്. കാരണം എന്താണ്, ഇവരെ ഫിംഗേഴ്സ് ഒക്കെ എന്താണ് ഭയങ്കര പരുക്കനാവുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് ഭയങ്കരമായിട്ട് പൊട്ടാനൊക്കെ തുടങ്ങുന്നുണ്ട്. കാരണം ഫുൾ എന്തുകൊണ്ട് ഈ ഒരു സ്റ്റോൺ എന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ എന്താണ് നല്ല റഫ് ആയിട്ടുള്ള സാധനമാണ് അല്ലെ, ഇത് വെച്ചിട്ടാണ് ഇവര് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് എന്ത്, ഇത് കുറച്ച് ഡിഫിക്കൽട്ട് കൂടിയാണ് എന്ന്. The poet questions the need for the wall. His land has apple trees and the neighbor has pines. ഈ പോയിന്റ് ചോദിക്കുന്നത് എന്താന്ന് വെച്ചാൽ, ഈ ഒരു വാളിന്റെ ആവശ്യം ഇവിടെ ഉണ്ടോ, എന്റെ സ്ഥലത്ത് എന്താണ് ആപ്പിൾ മരങ്ങളാണുള്ളത്, അതുപോലെ നിങ്ങളുടെ സ്ഥലത്ത് എന്താണ് പൈൻ മരങ്ങളാണുള്ളത്, ഇതിന്റെ ഇടയിൽ ഒരു വാളിന്റെ ആവശ്യം ഉണ്ടോ എന്നാണ് പോയിന്റ് ചോദിക്കുന്നത്. ആപ്പിൾ ട്രീസ് വിൽ നെവർ ട്രെസ്പാസ് ടു ഈറ്റ് പൈൻ കോൺസ്, സോ നോ വാൾ ഇസ് നീഡഡ്. അദ്ദേഹം പറയുന്നത് എന്താണ്, ഈ ആപ്പിൾ ട്രീ ഒരിക്കലും എന്താണ് ഈ ഒരു പൈൻ കോൺ കഴിക്കാൻ വേണ്ടിയിട്ട് അവിടേക്ക് കടന്നു വരില്ല, പിന്നെ എന്തിനാണ് ഈ ഒരു വാളിന്റെ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. The neighbor simply replies with his father saying, good fences make good neighbors. ഈ നൈബർ എന്താണ് പക്ഷെ പറയുന്നത്, അവരുടെ അച്ഛന് പറയുന്ന ഒരു വാമൊഴിയാണ് പറയുന്നത്, ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നൈബേഴ്സ്. എന്താ പറയുന്നത്, നല്ല വേലികൾ അല്ലെങ്കിൽ നല്ല മതിലുകൾ എന്തുണ്ടാക്കും, നല്ല നൈബേഴ്സിന് ഉണ്ടാക്കും എന്നാണ് പറയുന്നത്. അദ്ദേഹം എപ്പോഴും എന്താണ് ഒരു വേലി ആവശ്യമുണ്ട് എന്നുള്ള രീതിയിലാണ് സംസാരിച്ചിട്ടുള്ളത്.
The poet mischievously wonders why build a wall when there are no cows to protect. പോയിട്ട് ഇങ്ങനെ വണ്ടർ ആയിട്ട് നിൽക്കുകയാണ്. കാരണം എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു വാൾ ബിൽഡ് ചെയ്യുന്നതെന്ന് അയാൾക്ക് മനസ്സിലാവുന്നില്ല. കാരണം എന്താണ്, അവർക്ക് എന്താണ് പശുക്കളൊന്നും ഇല്ല പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ആനിമൽസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് നമ്മൾ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് മതിൽ കെട്ടുക. ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അയാൾ ഇങ്ങനെ വണ്ടർ ആവുകയാണ്, എന്തിനു വേണ്ടിയിട്ടാന്ന് ചിന്തിക്കുകയാണ്. He feels one should ask before walling, what am I walling in or walling out. അദ്ദേഹം പറയാണ് എന്ത്, ഒരാള് വാളിങ് ചെയ്യുന്നതിന് മുന്നേ, അതായത് മതില് കെട്ടുന്നതിന് മുന്നേ എന്ത് ചെയ്യണം, ചോദിക്കണം, ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത്, ഞാൻ എന്നെ പ്രൊട്ടക്ട് ചെയ്യാണോ, വാളിങ് എന്ന് പറയുന്നത് ഞാൻ എന്നെ പ്രൊട്ടക്ട് ചെയ്യാണോ ബാക്കിയുള്ളവരിൽ നിന്ന്, അല്ലെങ്കിൽ എന്താണ്, ആം ഐ കട്ടിങ് മൈസെൽഫ് ഓഫ് ഫ്രം ഗുഡ് റിലേഷൻഷിപ്പ്, ഞാൻ ബാക്കിയുള്ള ആളുകളിൽ നിന്നും ഗുഡ് റിലേഷൻഷിപ്പിൽ നിന്നൊക്കെ എന്നെ കട്ട് ചെയ്യാണോ എന്നുള്ളതും ചോദിക്കണം എന്നാണ് പറയുന്നത്. The neighbor refuses to think like an old stone savage armed, blindly repeating, good fences make good neighbors. ഈ ഒരു പോയിറ്റ് എന്താണ്, ഭയങ്കര ഓപ്പൺ മൈൻഡഡ് ആയിട്ട് ചിന്തിക്കുന്ന ഒരാളാണ് അല്ലെ. പക്ഷെ നൈബർ എന്താണ്, നൈബർ എപ്പോഴും ആ ഒരു എന്താണ്, ആ ഒരു പഴയ ആ ഒരു ചിന്താഗതിയും കുറച്ച് എന്താണ് ബാക്ക്വേർഡ് ആണ് അല്ലെ. അയാൾ കൂടുതലായിട്ട് ചിന്തിക്കുന്നോ ക്വസ്റ്റ്യൻ ചെയ്യുന്നോ ഒന്നും ചെയ്യുന്നില്ല. ബ്ലൈൻഡ്ലി അവരുടെ ഫാദർ എന്താണോ ഫോളോ ചെയ്തത് അത് ഫോളോ ചെയ്യാണ് ചെയ്യുന്നത്. പുതിയ മാറ്റങ്ങളൊന്നും കൊണ്ടുവരുന്നില്ല. അവർ പിന്നെ പറയുന്നത് എന്താണ്, ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നൈബേഴ്സ്, നല്ല ഫെൻസസ് നല്ല നൈബേഴ്സിന് ഉണ്ടാക്കും എന്നുള്ള ഒരു വിശ്വാസം. അതായത് ഒരാൾ എന്താണ്, നമ്മളെ പോയിട്ട് ഭയങ്കര ഓപ്പൺ മൈൻഡഡ് ആവുന്ന സമയത്ത് ഇയാൾ ഭയങ്കരമായിട്ട് ട്രഡീഷണലും അതുപോലെ തന്നെ ഒരു നാരോ മൈൻഡഡ് ആയിട്ടാണ് ഇത് അവസാനിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇത്രയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ വരുന്നത്. ഈ ചാപ്റ്ററിന്റെ എല്ലാ ആക്ടിവിറ്റീസും നോട്ട്സും സമ്മറിയും ഒക്കെ NoteBuddy.in എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റിലുണ്ട്, പോയിട്ട് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അതൊക്കെ നന്നായിട്ട് ചെയ്താൽ നിങ്ങൾക്ക് എന്താണ് എക്സാമിന് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ അതിന്റെ സോൾവ്ഡ് ആൻസേഴ്സും കാര്യങ്ങളും ഒക്കെ അതിലുണ്ട്. അപ്പൊ എല്ലാവരും അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക, എക്സാമിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്.